നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മുൻ ക്ലാസ്സുകളിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്നും ചില അടിസ്ഥാന ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമുകൾ എന്തൊക്കെയാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇന്നത്തെ ഈ സെഷനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ചില പ്രോപ്പർട്ടീസുകളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എഫ് ഓഫ് ടി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നത് ഫൈ ഓഫ് എസ് എന്ന് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. അത് ഡിഫൈൻ ചെയ്യുന്നത് integral from 0 to infinity e raised to minus st into f of t dt provided the right hand side limit exists. ഈ വലതുവശത്തെ ഇൻ്റഗ്രൽ ലിമിറ്റ് അല്ല, ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് വിളിക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷനെ ഇ റൈസ് ടു മൈനസ് എസ് ടി എന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കൊണ്ട് ഗുണിക്കുകയും ആ ഒരു ഗുണിതഫലത്തെ 0 to ഇൻഫിനിറ്റി എന്ന റേഞ്ചിൽ വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് എസ്സിൽ വരുന്ന മറ്റൊരു ഫംഗ്ഷനായിട്ട് ലഭിക്കുന്നു. അതായത് ടൈം ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്നത് ഒരു ടൈം ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ ടൈം ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷനെ ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷനാക്കി കൺവേർട്ട് ചെയ്യുന്നതിന് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. ഡിഫൈൻ ചെയ്യുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. ഈ സെഷനിൽ ആദ്യമായി ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എസ്, ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈ ഓഫ് എസ് എന്നാണെങ്കിൽ അതോടൊപ്പം എഫ് ഡാഷ് ടി എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ടി, എഫ് ഡാഷ് ടി എന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനും എങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എഫ്, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എന്നതിനെ എസ് ഇൻറ്റു ഫൈ ഓഫ് എസ് മൈനസ് എഫ് ഓഫ് 0 എന്ന രൂപത്തിൽ എഴുതാം. അതായത് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈ ഓഫ് എസ് എന്നാണെങ്കിൽ അതേ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ എസ് ഇൻറ്റു ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈ ഓഫ് എസ് മൈനസ് എഫ് ഓഫ് 0 എന്ന രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ഇതിൻ്റെ പ്രൂഫ് നോക്കാം. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ എൽ ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. ഇതിൽ നിന്ന് നമുക്ക് എഴുതാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ടി ഡി ടി. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ബേസിക് ഡെഫിനിഷൻ. ഇതിൽ എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് എഫ് ഡാഷ് ഓഫ് ടി എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ടി ഡി ടി. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുന്നു.
അതിനായി ഇ റൈസ് ടു മൈനസ് എസ് ടി എന്നതിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും എഫ് ഡാഷ് ഓഫ് ടി എന്നതിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ വിധത്തിൽ എഴുതാം ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി. അത് നമുക്ക് എഫ് ഓഫ് ടി എന്ന് എഴുതാം ബിറ്റ്വീൻ ദി ലിമിറ്റ്സ് 0 ആൻഡ് ഇൻഫിനിറ്റി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് ടി, ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്നതിനെ നമുക്ക് എഴുതാം മൈനസ് എസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി. ഇ റൈസ് ടു മൈനസ് എസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് എസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി എന്ന് വരുന്നു. ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എന്നതിനെ എഫ് ഓഫ് ടി എന്ന് എഴുതാം ഡി ടി. ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി. ദിസ് ഇസ് ഈക്വൽ ടു, ഇതിൽ നിന്നും ഇൻഫിനിറ്റി എന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് ടി ഈക്വൽ ടു 0 എന്ന് നൽകുമ്പോൾ ഇ റൈസ് ടു 0 ഇൻറ്റു എഫ് ഓഫ് 0 എന്നെഴുതാം. ഇവിടെ രണ്ട് മൈനസ് ചേർന്ന് മൈനസ് ഓഫ് മൈനസ് എന്നതിനെ പ്ലസ് എന്ന് എഴുതാം. ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ആയതിനാൽ എസ് നമുക്ക് ഇൻ്റഗ്രലിൻ്റെ ഔട്ട്സൈഡ് എഴുതുകയാണെങ്കിൽ ഈ രൂപത്തിൽ എഴുതാം പ്ലസ് എസ് ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. ഇതിനെ ഈ ലിമിറ്റിനെ 0 എന്ന് എഴുതാം മൈനസ് ഇ റൈസ് ടു 0 ഇസ് ഈക്വൽ ടു 1. അതുകൊണ്ട് ഇ റൈസ് ടു 0 ഇൻറ്റു എഫ് ഓഫ് 0 എന്നത് എഫ് ഓഫ് 0 എന്നാവുന്നു പ്ലസ് എസ് ഇൻറ്റു ഇതിനെ ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എന്നത് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷനാണ്. അതിനെ നമുക്ക് ഫൈ ഓഫ് എസ് എന്നെഴുതാം. അതുകൊണ്ട് ഈ സെക്കൻഡ് ടേമിനെ എസ് ഇൻറ്റു ഫൈ ഓഫ് എസ് എന്നെഴുതാം. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ്, ദാറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു ഫൈ ഓഫ് എസ് മൈനസ് എഫ് ഓഫ് 0 എന്ന രൂപത്തിൽ എഴുതാം. ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ എസ് ഇൻറ്റു ഫൈ ഓഫ് എസ് മൈനസ് എഫ് ഓഫ് 0. എഫ് ഓഫ് 0 എന്നത് ദി വാല്യൂ ഓഫ് ഫംഗ്ഷൻ അറ്റ് ടി ഇസ് ഈക്വൽ ടു 0 എന്ന രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ഇതുപോലെ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ് ടി. എഫ് ഡബിൾ ഡാഷ് ടി എന്ന് പറയുമ്പോൾ the second derivative of f of t with respect to t. അതിനെ ഈ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാം എസ് സ്ക്വയർ ഇൻറ്റു ഫൈ ഓഫ് എസ് മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് അറ്റ് 0. അപ്പോൾ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എന്നതിനെ എസ് ഇൻറ്റു ഫൈ ഓഫ് എസ് മൈനസ് എഫ് ഓഫ് 0 എന്ന് എഴുതാം. അപ്പോൾ അതിൽ എഫ് ഓഫ് 0 എന്ന ഫംഗ്ഷൻ വാല്യൂ എക്സിസ്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ എഫ് ഓഫ് 0യും എഫ് ഡാഷ് 0യും എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ടി എന്നതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ എസ് സ്ക്വയർ ഇൻറ്റു ഫൈ ഓഫ് എസ് മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് ഓഫ് 0 എന്ന രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി തേർഡ് ഡെറിവേറ്റീവ് എൽ ഓഫ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി is equal to s cube into phi of s minus s square into f of 0 minus s into f dash 0 minus f double dash at 0. ഈ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എഫ് ഓഫ് 0, എഫ് ഡാഷ് ഓഫ് 0, എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ഈ മൂന്നും എക്സിസ്റ്റ് ചെയ്തിരിക്കണമെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി തേർഡ് ഡെറിവേറ്റീവ് എന്നത് ഈ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാം.
ഇതുപോലെ ഇതിൻ്റെ ജനറൽ കേസായിട്ട് നമുക്ക് എഴുതാം the Laplace transform of nth derivative of f of t is equal to s raised to n minus 1 s raised to n into phi of s minus s raised to n minus 1 into f of 0 minus s raised to n minus 2 into f dash at 0 minus etc. minus the n minus 1th derivative f n minus 1 of 0 എന്ന രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ഇത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഇതിലെല്ലാം എഫ് ഓഫ് 0 അതുപോലെ എഫ് ഡാഷ് ഓഫ് 0 എക്സെട്ര അപ് ടു ദി n മൈനസ് 1th ഡെറിവേറ്റീവ് ഓഫ് 0 ഈ ഡെറിവേറ്റീവ്സ് എല്ലാം അതുപോലെ എഫ് ഓഫ് 0യും എല്ലാം എക്സിസ്റ്റ് ചെയ്തിരിക്കണം. അവ കണ്ടിന്യൂസ് ആയിട്ടുള്ള, അതായത് ഈ കണ്ടിന്യൂസ് ഡെറിവേറ്റീവ്സ് എല്ലാം എഫ് ഓഫ് ടിയുടെ കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് അറ്റ് ടി ഈക്വൽ ടു 0 എന്നതെല്ലാം എക്സിസ്റ്റ് ചെയ്യണം. അതോടൊപ്പം എഫ് ഓഫ് 0യും എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ടി എന്നതിനെ ഈ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് എൽ ഓഫ് എഫ് എൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു s raised to n into phi of s minus s raised to n minus 1 into f of 0 minus s raised to n minus 2 into f dash at 0 minus etc. minus f n minus 1 at 0 f n minus 1 at 0 another the value of the derivative of n minus 1th derivative of f at t equal to 0 എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമുക്ക് ഇതിൻ്റെ ഒരു ഉദാഹരണം ഡിസ്കസ് ചെയ്യാം. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് മറ്റൊരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ്. ഉദാഹരണമായി ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ ടി സൈൻ സ്ക്വയർ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കുമെന്ന് ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താം. അതിനായി സൈൻ സ്ക്വയർ ടിയെ എഫ് ഓഫ് ടി എന്നെടുക്കുന്നു. എങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് എഫ് ഓഫ് ടി ഇത് നമുക്ക് എഴുതാം എഫ് ഡാഷ് ഓഫ് ടി, ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്നതിനെ 2 സൈൻ ടി ഇൻറ്റു കോസ് ടി എന്നെഴുതാം. അതായത് സൈൻ 2t 2 സൈൻ ടി കോസ് ടി എന്നതിനെ സൈൻ 2t എന്നെഴുതാം. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എന്നതിനെ എസ് ഇൻറ്റു ഫൈ ഓഫ് എസ് മൈനസ് എഫ് ഓഫ് 0 എന്ന് എഴുതാം. ഇവിടെ എഫ് ഓഫ് ടി ആയിട്ട് നമ്മൾ എഴുതിയത് സൈൻ സ്ക്വയർ ടി എങ്കിൽ എഫ് ഓഫ് 0 എന്നതിനെ സൈൻ സ്ക്വയർ 0 എന്ന് എഴുതാം. അതായത് 0. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് എഴുതാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ടി എന്ന് പറയുമ്പോൾ സൈൻ 2t എന്നതിനെ എസ് ഇൻറ്റു ഫൈ ഓഫ് എസ് മൈനസ് എഫ് ഓഫ് 0 ഈസ് 0. അതായത് ഇതിൽ നിന്നും നമുക്ക് എഴുതാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t എന്നതിനെ 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്നെഴുതുന്നു. കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ at ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നത്. ഇവിടെ എ ഈക്വൽ ടു 2 എന്ന് വരുന്നു. അതുകൊണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t എന്നതിന് 2 ഡിവൈഡഡ് ബൈ
എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു ഫൈ ഓഫ് എസ്. ഇതിൽ നിന്നും ഫൈ ഓഫ് എസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് എഴുതാം. എഫ് ഓഫ് ടി ഈക്വൽ ടു സൈൻ സ്ക്വയർ ടി എന്നാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, അതിനെ നമ്മൾ ഫൈ ഓഫ് എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ ടി എന്ന രൂപത്തിൽ എഴുതുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഫൈ ഓഫ് എസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് കിട്ടി. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് കിട്ടുന്നു. എൽ ഓഫ് സൈൻ സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് കിട്ടുന്നു. ഇവിടെ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ടാണ് സൈൻ സ്ക്വയർ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്തിയത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽസ് എന്നതാണ്. അതായത് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാമെങ്കിൽ അതേ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈ ഓഫ് എസ് എങ്കിൽ ഇഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എസ്, then Laplace transform of integral from 0 to t f of u du. അതേ ഫംഗ്ഷനെ 0 to t എന്ന ലിമിറ്റ്സ് കൊടുത്തുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ 1/s ഇൻറ്റു ഫൈ ഓഫ് എസ് എന്ന രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈ ഓഫ് എസിനെ 1/s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽസ് എന്ന പ്രോപ്പർട്ടി. ഇത് പ്രൂവ് ചെയ്യുന്നതിന് നമ്മൾ g of t is equal to integral from 0 to t f of u du. അതായത് ഇൻ്റഗ്രലിനെ ഇൻ്റഗ്രൽ ഫ്രം 0 to t f of u du എന്നതിനെ g of t എന്ന് നെയിം ചെയ്യുന്നു. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എഴുതാം g dash of t is equal to f of t എന്നും അതുപോലെ g of 0 is equal to 0 എന്നും എടുക്കുന്നു. അതുകൊണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് g ഡാഷ് ഓഫ് t എന്നതിനെ, അതായത് g ഓഫ് t എന്ന ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇസ് ഈക്വൽ ടു s ഇൻറ്റു എൽ ഓഫ് g ഓഫ് t മൈനസ് g ഓഫ് 0 എന്നെഴുതാം. ഇതിനു മുമ്പ് നമ്മൾ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തു. അതിൽ നിന്നും എൽ ഓഫ് g ഡാഷ് ഓഫ് t ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് g ഓഫ് t മൈനസ് g ഓഫ് 0 എന്നെഴുതാം. അതായത് എൽ ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു, ഇവിടെ g ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുമ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി എന്നാവുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to s into L of g of t.
കാരണം g of 0 is equal to 0 എന്ന് വരുന്നു. ഇതിൽ നിന്നും L of f of t equal to s into L of g of t എന്ന രൂപത്തിൽ എഴുതാം. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് g of t എന്നതിനെ 1/s into ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t എന്ന് എഴുതാം. അതായത് 1/s into phi of s. ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം phi of s എന്നാണെങ്കിൽ അതേ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന് 1/s into phi of s എന്ന് എഴുതാം. ഇതാണ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽസ് എന്ന പ്രോപ്പർട്ടി. ഇതിൻ്റെ ഒരു ഉദാഹരണം ഡിസ്കസ് ചെയ്യാം. Laplace transform of integral from 0 to t e raised to minus t into cos t dt. ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്തുക എന്ന ഉദാഹരണം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി എഫ് ഓഫ് ടി എന്നതിനെ ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു കോസ് ടി എന്ന രൂപത്തിലെടുക്കുന്നു. ഇ റൈസ് ടു മൈനസ് ടി കോസ് ടി ഇതിനെ എഫ് ഓഫ് ടി എന്ന് സങ്കല്പിക്കുന്നു. എങ്കിൽ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ phi of s എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ 1/s into phi of s എന്ന രൂപത്തിൽ നമുക്ക് എഴുതാം. അതിനായി ഇ റൈസ് ടു മൈനസ് ടി കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കുമെന്ന് നോക്കാം. ആദ്യമായി കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ നമുക്ക് എഴുതാം എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. കാരണം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എ ടി ഇസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരുന്നു. ഇതിൽ എ ഈക്വൽ ടു 1 എന്നായതുകൊണ്ട് എൽ ഓഫ് കോസ് ടി ഇസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്നെഴുതാം. അതുകൊണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു കോസ് ടി എന്നതിനെ എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്നെഴുതാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്നൊരു പ്രോപ്പർട്ടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതായത് ഒരു ഫംഗ്ഷനെ ഇ റൈസ് ടു എ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എസിനെ എസ് മൈനസ് എന്ന് റീപ്ലേസ് ചെയ്യുന്നു. ഇവിടെ ഇ റൈസ് ടു മൈനസ് ടി എന്ന ഫംഗ്ഷൻ കൊണ്ട് കോസ് ടിയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എസിൻ്റെ സ്ഥാനത്ത് എസ് മൈനസ് മൈനസ് ആണ്, അതായത് എസ് പ്ലസ് 1 എന്ന റീപ്ലേസ്മെൻറ്റ് നൽകുന്നു. അപ്പോൾ എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു കോസ് ടി ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. അതുകൊണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ ഫ്രം 0 to t ഇ റൈസ് ടു മൈനസ് ടി കോസ് ടി ഡി ടി എന്നതിനെ ഈ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എഴുതാം 1/s ഇൻറ്റു phi of s. ഇവിടെ phi of s എന്നത് എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്നാണ്. അതുകൊണ്ട് 1/s ഇൻറ്റു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന രൂപത്തിൽ എഴുതാം. ഇനി നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ നൽകുന്നു, അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഒന്നാമത്തത്, ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം phi of s എങ്കിൽ അതോടൊപ്പം ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ടി എന്നത് കണ്ടിന്യൂസും ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു
s into phi of s minus f of 0 എന്നത് തെളിയിക്കുക. ഇതിൽ നിന്നും ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ടി കണ്ടെത്തുക. ഇവിടെ എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 4t ഇൻറ്റു സൈൻ ടി എന്ന ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എന്നത് കണ്ടെത്തുക. അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് integral from 0 to t e raised to minus 3t cos 2t dt ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കുമെന്ന് കണ്ടെത്തുക. ഇന്നത്തെ സെഷനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് എന്ന പ്രോപ്പർട്ടിയും രണ്ടാമത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽസ് എന്ന പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.